നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിരന്തരമായിക്കൊണ്ട് ഭക്ഷണം ഏതും കഴിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു. കേരളത്തിലെ BJPയുടെ നേതാക്കളും ആവർത്തിക്കുന്നു ഭക്ഷണം ഏതും കഴിക്കാം. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഉത്തരേന്ത്യയിലെ ഡൽഹിക്ക് അടുത്ത ഒരു ഗ്രാമത്തിൽ മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം തൻ്റെ വീട്ടിൽ ബീഫ് വേവിച്ച് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയുണ്ടായി. ഈ തല്ലിക്കൊന്ന അഖിലാഖിൻ്റെ കാര്യങ്ങളൊക്കെ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, സുബോധ് കുമാർ സിംഗ്. ഈ സുബോധ് കുമാർ സിംഗ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ആ ചെമ്പടക്കമുള്ള ബീഫ് കറി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അദ്ദേഹം ലാബറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ആ പരിശോധനയിൽ ഇത് ബീഫല്ല ആട്ടിറച്ചിയാണെന്ന് കണ്ടെത്തുകയും ഈ കേസിലെ പ്രതികൾക്കെതിരെയൊക്കെ വളരെ കർശനമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിച്ചു എന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇൻസ്പെക്ടറായി ജോലി ചെയ്ത, SHO ആയിട്ട് ജോലി ചെയ്ത ബുലാന്ദ് ഷഹറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘപരിവാറിൻ്റെ, ബജ്രംഗ് ദളിൻ്റെ അതുപോലെയുള്ള സംഘടനകളുടെ ആളുകൾ സംഘടിതമായിക്കൊണ്ട് കുറുവടികളുമായി ആക്രമിക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് അടിച്ച് വീഴ്ത്തുകയും അദ്ദേഹത്തെ പോലീസ് ജീപ്പിൻ്റെ പുറകിൽ കെട്ടിക്കൊണ്ട് സമീപത്തെ ഗ്രൗണ്ടിലൂടെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായതും. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ശ്രേയ പ്രതാപ് സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ രഞ്ജിനി എന്നാണ് ഞാൻ ഓർക്കുന്നത്, അവരും എന്നോട് പറഞ്ഞത്. ഞാൻ ആ വീഡിയോ, അവർ ആ പോലീസ് ജീപ്പിൽ കെട്ടി വലിക്കുന്ന വീഡിയോ എന്നെ കാണിച്ചു തരികയും ചെയ്തു. ആ കുടുംബത്തിൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ കേസിലെ പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിക്കൊണ്ട് കേസ് ഏതാണ്ട് തേഞ്ഞു മാഞ്ഞു പോയ അവസ്ഥയാണ്. കുടുംബത്തിലെ മകനോ ഭാര്യക്കോ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീതി നിർവഹിച്ചതിൻ്റെ പേരിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്കാർക്കും ജോലി പോലും കൊടുക്കാൻ ഉത്തർപ്രദേശിലെ പോലീസ് തയ്യാറായിട്ടില്ല, ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വേണം കേരളത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഭക്ഷണം ഏതും കഴിക്കാമെന്ന് പ്രധാനമന്ത്രി പറയുന്നതും തെക്കേ ഇന്ത്യ വേറെ ഒരു രാജ്യമാകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ഭക്ഷണവും കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള. ഞാൻ ഇന്ന് വിവാഹത്തിന് പോയപ്പോൾ നല്ല ബീഫാണ് കഴിച്ചത്. അതേപോലെ തന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ രീതിയിൽ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി സിനിമയും ഒക്കെ തന്നെ. അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. ഏതായാലും ഈ രാജ്യത്ത് പ്രധാനമന്ത്രി പറയുന്നത് വെറും ജലരേഖയാണ്. ഒരു ഭാഗത്ത് ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു, മറുഭാഗത്ത് എല്ലാ ഭക്ഷണവും കഴിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. നീതി നടപ്പിലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്നു. പുറത്ത് പോലീസ് ജീപ്പിൻ്റെ പുറകിൽ കെട്ടിവലിച്ച് ഗ്രൗണ്ടിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു. ആ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു, രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി. ഏതായാലും പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വിടുവായത്വം പറയുമ്പോൾ പത്രമാധ്യമങ്ങൾ തിരിച്ച് ഇതേക്കുറിച്ചൊക്കെ ഇന്ത്യയിൽ ഭക്ഷണം കഴിച്ചതിന്, ബീഫ് കഴിച്ചതിന്, ഒരാളെ തല്ലിക്കൊന്ന കേസിൽ നീതി നടപ്പിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിക്കൊന്നവർക്ക് ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടതുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയോട് ചോദിക്കേണ്ടിയിരുന്നു. BJPയോട് ഒരു ചോദ്യവും ചോദിക്കാതെ പറഞ്ഞത് അതേപടി പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും എല്ലാ അതൃപ്തിയും രേഖപ്പെടുത്തുകയാണ്. ഇത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.